ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 പൊളിറ്റിക്കൽ സയൻസ് ഇന്ന് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യണം. മാർച്ച് 2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 3 മാർക്ക് വീതമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 12 മാർക്കിനാണ് നമുക്ക് 12 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിൻ്റെ മേധാവിത്വത്തിന്. ഇത് നമ്മൾ എപ്പോഴും ഈ പാഠം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഷുവർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്തായാലും വരും എന്നുള്ളത്. എന്തൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് പാർട്ടിക്കുള്ള മേധാവിത്വം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ മുന്നിൽ നിന്ന് നയിച്ച പാർട്ടിയാണ് ഏത്? കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കെട്ടുറപ്പും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും എന്തിലുണ്ട്? കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ നെഹ്റുവിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്, ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുണ്ട്. ഇത് ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടിയായിരുന്നു. ഗ്രാമീണ നഗരമേഖലകളിലൊക്കെ വേരൂന്നിയിട്ടുള്ള പാർട്ടിയാണ്. ബാക്കിയുള്ളതൊക്കെ അപ്പോൾ ഫോം ചെയ്തിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ ഈ തരത്തിലാണ് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ഒരു 3 മാർക്കിനുള്ളൊരു രീതിയിൽ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള ഒരു ചെറുകുറിപ്പ് എഴുതാം. നമുക്കറിയാം, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹരിത വിപ്ലവം കൊണ്ടുവന്നിട്ട് ഡോക്ടർ സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലായിരുന്നു. 1ാം ഹരിത വിപ്ലവം 1960-70കളിലായിരുന്നു. ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ സ്വയം പര്യാപ്തി നേടുക എന്നത് കൊണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്? കർഷകർക്ക് ഹൈ ഹീൽഡ് വെറൈറ്റി ഓഫ് സീഡ് കൊടുത്തു, ഫെർട്ടിലൈസർ കൊടുത്തു, വളം കൊടുത്തു, പെസ്റ്റിസൈഡ് കീടനാശിനി കൊടുത്തു, ജലസേചനത്തിനുള്ള പമ്പ് സെറ്റ്, കനാൽ സൗകര്യം, മറ്റുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹരിത വിപ്ലവത്തിൽ അതിൻ്റെ നേട്ടങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടതായിട്ടുള്ളത്. അടുത്തത് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാണ്. ചിപ്കോ പ്രസ്ഥാനം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ആപ്കോ പ്രസ്ഥാനം, 14ാമത്തെ ചോദ്യം ഇംഗ്ലീഷിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നാണ് ഇംഗ്ലീഷ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയതാണ്. എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വനനശീകരണത്തിനെതിരെയായിട്ടാണ് ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയത്. കർഷകർക്ക് കാർഷികോപകരണം ഉണ്ടാക്കുന്നതിന് മരം മുറിക്കാൻ വനനിരപ്പ് അനുമതി നൽകില്ല. അതേസമയം സ്പോർട്സ് ഉപകരണം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനിക്ക് മരം മുറിക്കാൻ വനംവകുപ്പ് അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള മരം മുറിക്കാൻ വരുന്നത് തടയാൻ മരങ്ങളെ കെട്ടിപ്പിടിച്ചുള്ള പുതിയ സമര രീതിയായിരുന്നു പ്രതിഷേധക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സുന്ദർലാൽ ബഹുഗുണയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നാണ്. അടുത്തത് റൈറ്റ് എ ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് ഇന്ത്യാസ് ക്ലെയിം ഫോർ ദ പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഇൻ ദി UN സെക്യൂരിറ്റി കൗൺസിൽ. UN സുരക്ഷാ സമിതിയിലെ UN സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം വേണമെന്ന ഇന്ത്യയുടെ അവകാശത്തിന് അനുകൂലമായ നിങ്ങളുടെ വാദഗതികൾ എഴുതുക. 1. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു എമേർജിങ് നേഷനാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്, പ്രധാനപ്പെട്ട ഒരു സൈനിക സമ്പദ് വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ UN ബഡ്ജറ്റിലേക്ക് ഒരു വലിയൊരു വിഹിതം നൽകുന്നുണ്ട്? ഇന്ത്യ നൽകുന്നുണ്ട്. ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. 140 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെയാണ് UN സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം വേണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? ആഗോളവൽക്കരണത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ്, രാഷ്ട്രീയ പ്രത്യാഘാതം. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം അത് പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. ആഗോളവൽക്കരണം ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ശേഷി കൂടും,
ഉദാഹരണത്തിന് ഗവേണൻസ് അതിന് ഉദാഹരണമാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം രാഷ്ട്രീയത്തിൻ്റെ ശേഷി കുറക്കുന്നതാണ്. രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് യാതൊരു പരിഗണനയും ഉണ്ടാവില്ല എന്നുള്ള. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് രാഷ്ട്രം പിന്മാറേണ്ടി വരും. രാഷ്ട്രത്തിന് ക്രമസമാധാന പരിപാലനം എന്നതിലേക്ക് മാത്രമായിട്ട് രാഷ്ട്രത്തിൻ്റെ റോൾ ചുരുങ്ങും. അനിയന്ത്രിതമായിട്ടുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ രാഷ്ട്രത്ത് എന്ത് ചെയ്യുന്നു, രാഷ്ട്രത്ത് വരികയും അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ കീഴിലായിരിക്കും എക്കോണമി എന്നുള്ളതാണ്. then അടുത്തത് 17 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ 4 മാർക്കിനാണ്. 4 എഴുതുക, 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 4 മാർക്കാണ് ഉത്തരം. ഒന്ന്, ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത. അത് സിമ്പിളായിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രൽ പ്രോസസ്സിലേക്ക് ഇന്ത്യ പോകുന്നത്. ഇന്ത്യയിലെ 15% വരുന്ന സാക്ഷരതയുള്ള ജനങ്ങളെ ഒരു ഇലക്ഷനിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇതായിരുന്നു. വൈവിധ്യമാർന്നതായിട്ടുള്ള ജനതയായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അവർ തയ്യാറെടുക്കുന്നത്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ആ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ള 1969 കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിട്ടുള്ള പിളർപ്പിനെ കുറിച്ചാണ്. ഓക്കെ, സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് ആണ്. എക്സാമിൻ ദ മേജർ ഇഷ്യൂ ലീഡ് ദ ഫോമൽ സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ്. ഓക്കെ, കോൺഗ്രസ് പാർട്ടി ഇൻ 1969 1969. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിൽ കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കന്മാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളായിരുന്നു കെ കാമരാജ് പോലെയുള്ള നേതാക്കന്മാർ, മൊറാർജി ദേശായി, അതുപോലെ തന്നെ കെ കാമരാജ് പോലെയുള്ള നേതാക്കന്മാർ. അപ്പോൾ ഇതിനെ തുടർന്ന് കോൺഗ്രസ്സിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. ദെൻ 1969 പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലൂടെ അത് കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള സ്പ്ലിറ്റ് അത് പൂർണ്ണമായി. 1969 പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ മരണത്തിന് ശേഷമായിരുന്നു പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. കോൺഗ്രസിൻ്റെ ഒരു ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി. അപ്പോൾ നീലം സഞ്ജീവ് റെഡ്ഡി ഉണ്ടായിരിക്കെ കോൺഗ്രസിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വി ഗിരിയെ ഇന്ദിരാ പക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തി. പാർട്ടി നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് ചെയ്യണം എന്ന് വിപ്പ് നൽകിയപ്പോൾ എം പിമാരോട് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി എം പിമാരോട് പറഞ്ഞത് മനസ്സാക്ഷിക്ക് വോട്ട് ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ വി ഗിരിയാണ് ജയിച്ചത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള സഞ്ജീവ് റെഡ്ഡി തോറ്റു. കോൺഗ്രസ് പിളർന്നു. ഔദ്യോഗിക വിഭാഗം സംഘടനാ കോൺഗ്രസ് ഒ എന്നും ഇന്ദിരാ വിഭാഗം റിക്വസ്റ്റനിസ്റ്റ് R എന്നും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ദെൻ ശ്രീലങ്കയിലെ വംശീയ സംഘർഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി എത്നിക് കോൺഫ്ലിക്റ്റ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ ഒരു ഇന്ത്യ ശ്രീലങ്ക റിലേഷനും പോലും രാജീവ് ഗാന്ധിയുടെ വധത്തെ പോലും ബാധിച്ചിട്ടുള്ളതാണ് ശ്രീലങ്കയിലുള്ള അതുള്ളത്. അപ്പോൾ ശ്രീലങ്കയിലെ തമിഴ് വംശജർക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങി. സിംഹള ദേശീയവാദികൾ തമിഴ് വംശജർക്ക് എതിരായിരുന്നു. ശ്രീലങ്ക സിംഹളരുടേത് മാത്രമാണെന്ന് അവർ വിശ്വസിച്ചു. സിംഹള ഭാഷയായിരുന്നു ഔദ്യോഗിക ഭാഷയാക്കി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം തമിഴ് ജനങ്ങൾ അവരുടെ ഉള്ളിലെ ദേശീയത ആളിക്കത്തി തമിഴർക്ക് പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് LTTE എന്ന സായുധ സേന രൂപീകരിച്ചു. ശ്രീലങ്കൻ സർക്കാരുമായി അവർ കരാർ ഒപ്പുവെച്ചു. ശ്രീലങ്കയിലെ സ്ഥിതി ശാന്തമാക്കാൻ ഇന്ത്യ ഒരു പട്ടാളത്തെ ഉപയോഗിച്ചു. ഇന്ത്യൻ പീസ് കീപ്പ് മിഷൻ ഫോഴ്സാണ്. ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം ശ്രീലങ്കൻ തമിഴർക്ക് ഇഷ്ടമായില്ല. ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന വികാരം ശക്തമാക്കി. ഓക്കെ, വംശീയ കലാപങ്ങളും വർഷങ്ങളോളം തുടർന്നു. LTTE നേതാവായിട്ടുള്ള വേലുപ്പിള്ളി പ്രഭാകരനെ 2010 സൈന്യം വധിച്ചോടുകൂടി ഈ പോരാട്ടം നിലച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആഗോള സുരക്ഷാ ഭീഷണിക്ക് ഉള്ള 4 ഉറവിടങ്ങൾ.
നമ്മൾ ഗ്ലോബൽ പോവർട്ടിയാണ്, ആഗോള ദാരിദ്ര്യം, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ടെററിസം, പകർച്ചവ്യാധികൾ, ഇതെല്ലാം എന്താണ് ആഗോള സുരക്ഷാ ഭീഷണിക്കായിട്ടുള്ള കാരണങ്ങളായിട്ടുള്ളതാണ്. ഇനി ഹരിതഗൃഹ വാതകങ്ങൾ അതിൻ്റെ ബഹിർഗമനം കുറയ്ക്കുന്നതിനും അന്തർദേശീയ ശ്രമങ്ങളിൽ വിവിധ പരിപാടികളും നയങ്ങളും ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 4 നയങ്ങൾ പറയുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിയോ ഉച്ചകോടി നടന്നിട്ടുണ്ട്, UNFCCC അല്ലെ, റിയോ നടന്നിട്ടുണ്ട്, UNFCCC, ക്യോട്ടോയിൽ പ്രോട്ടോക്കോൾ എടുത്തിട്ടുണ്ട്, പാരീസ് അഗ്രിമെൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലാവസ്ഥ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷനുമായി അത് കുറക്കുന്നതിന് വേണ്ടിയിട്ട് അന്തർദേശീയ ശ്രമങ്ങളിൽ ഇന്ത്യ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ 4 നയങ്ങളാണ്. അപ്പോൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയേക്കാൾ പകരം അല്ലേ, അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എമർജിങ് നാഷൻസിനെ അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി, അപ്പോൾ അതിനുള്ള എമിഷൻസിനെ അവർക്ക് അനുവദിക്കുകയും ഡെവലപ്ഡ് നാഷൻസ് അവർ ഓൾറെഡി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അവരിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.